നമ്മൾ ഈ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പം ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കുറയ്ക്കണം എന്ന് നമ്മൾ പല മെഡിസിനുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മെഡിക്കൽ പരമായിട്ട് എങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയൂറിറ്റിക്സ് ആണ്. അതായത് ലൂപ്പ് ഡയൂറിറ്റിക്സ്, തയോസൈഡ് ഡയൂറിറ്റിക്സ്, അതുകൂടാതെ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്സ്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഓസ്മോട്ടിക് ഡയൂറിറ്റിക്സ്. ഇതുമല്ല ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ലൂപ്പ് ഡയൂറിറ്റിക്സും തയോസൈഡ് ഡയൂറിറ്റിക്സും പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്സുമാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയൂറിറ്റിക്സ്. ഇതിന് രണ്ടിനും മാറി മാറിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പലതിനും പല കോംപ്ലിക്കേഷൻസും പല സൈഡ് എഫക്റ്റും ഉണ്ട്. ഇപ്പം നമ്മൾ ലൂപ്സ് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. അത് ഒരു അക്യൂട്ട് സ്റ്റേജിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, അതായത് പേഷ്യന്റ് പെട്ടെന്ന് ഒരു കിക്ക് ആക്ഷൻ വേണം, പെട്ടെന്ന് പരിപാടി നടക്കണം. അപ്പം അതിന്റെ ഒപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾ പേഷ്യന്റ് ഹോസ്പിറ്റൽ സെറ്റിംഗിലായിരിക്കും, ICU സെറ്റിംഗിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ തയോസൈഡ് ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിന് സ്പെസിഫിക് റീജിയനാണ്. അതായത് സോഡിയത്തെയും പൊട്ടാസ്യത്തെയും അത് പുറത്തേക്ക് തള്ളുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ കാൽസ്യത്തെ അത് പുറത്തേക്ക് തള്ളുന്നില്ല. അങ്ങനെയൊക്കെ ചില വ്യത്യാസമുണ്ട്. ഒപ്പം കിഡ്നി പേഷ്യന്റിന് ഇത് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേരുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തെ അത് പുറത്തേക്ക് തള്ളത്തില്ല. അപ്പം ഈ കൂടുതലായിട്ട് ഡിഗോക്സിൻ ടോക്സിസിറ്റി, അതായത് ഡിഗോക്സിൻ ഒക്കെ കണ്ടിന്യൂസ് എടുക്കുന്ന പേഷ്യന്റാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്സ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇനി അതില് ഈ ഡയൂറിറ്റിക്സിലെ അക്യൂട്ട് സ്റ്റേജിലെ മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലൂപ്പ് ഡയൂറിറ്റിക്സ് ആണ്. അപ്പൊ ലൂപ്പ് ഡയൂറിറ്റിക്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിച്ചിരിക്കാം. അതായത് ഫസ്റ്റ് ലൈൻ ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ്, അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ ആദ്യം കൊടുക്കേണ്ട ഒരു മെഡിസിനുകളിൽ ഒന്നാണ് ഈ ലൂപ്പ് ഡയൂറിറ്റിക്സ്. അത് ടാബ്ലറ്റ് ആയിട്ട് പിന്നീടാണേലും അവർക്കത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് തള്ളാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫൂസിമൈഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫൂസിമൈഡ്, അതായത് ലാക്സിസം എന്നാണ് അതിന്റെ ബ്രാൻഡ് നെയിം. പിന്നെ ടോർസിമൈഡ്, അതിന്റെ പേര് ഡയറ്റോർ എന്നാണ്, ടോർസിമൈഡ്. പിന്നെ ബ്യൂമറ്റോയിഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, അതൊന്നും അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. പിന്നെ എത്താകാർനിക് ആസിഡ്, എത്താകാർനിക് ആസിഡ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ? നമുക്കറിയാം ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ പരിപാടിക്കും ഇത് പ്രശ്നമാണ്. അപ്പൊ കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളത് ഹാർട്ട് ഫെയിലിയറിലാണ്. ഹാർട്ട് ഫെയിലിയറിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നല്ലേ ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അത് പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. അപ്പൊ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലൂപ്പ് ഡയൂറിറ്റിക്, കാരണം പൾമണറി ആർട്ടറിയിൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് പുറത്തേക്ക് തള്ളിയേ പറ്റത്തുള്ളൂ, ഓപ്ഷൻ ഇല്ല. അപ്പം അതിന് കൊടുക്കും. പിന്നെ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഫെയിലിയറിന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സിസ്റ്റമിക് ആയിട്ട് വീനസ് റിട്ടേൺ മുഴുവൻ കൂടി ബ്ലഡ് വാട്ടർ ബോഡിയിൽ ഒരുപാട് വെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാർട്ട് ഫെയിലിയറിനും ഈ സാധനം അത്യാവശ്യമാണ്. മനസ്സിലായോ? പിന്നെ നമുക്കറിയാം BP കുറയ്ക്കാനാണ്. കാരണം എവിടെയാണെങ്കിലും ഇത് BP കുറയ്ക്കും. കാരണം ഉള്ള വെള്ളം മുഴുവൻ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സർക്കുലേഷനിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ വരുമ്പം, വാട്ടർ ഇല്ലാതെ വരുമ്പം സ്വാഭാവികമായിട്ട് BP എന്ന് കുറഞ്ഞേക്കും. കാരണം വാസോ കൺസ്ട്രക്ഷൻ പോലത്തെ ഒരു അവസ്ഥ അങ്ങ് വരും. കാരണം ഡയലേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ചെറിയൊരു ഡയലേഷൻ. കാരണം ഡയലേഷന്റെ വേറൊരു എഫക്ട് വരും. കാരണം നോർമലിൽ നിന്ന് താഴേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് ഡയലേറ്റഡിന്റെ എഫക്ട് തന്നെയാണ്. കാരണം ആവശ്യത്തിന് ബ്ലഡ് വോളിയം ഇല്ല, അപ്പം ബ്ലഡിന്റെ ഫോഴ്സ് ഒക്കെ കുറയും. മനസ്സിലായോ? പിന്നെ കൺജസ്റ്റീവ് ഹാർട്ട് ഡിസീസ്, അതൊക്കെയാണ് ഇതിനകത്ത് പറ്റുന്നത്. പിന്നെ എഡിമ, ബോഡിയിൽ ഒരുപാട് ഭാഗത്ത് എഡിമയുണ്ട്, പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. പിന്നെ ചില പേഷ്യന്റ് ഹൈപ്പർ കലീമിയ, അതായത് പൊട്ടാസ്യത്തിന്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടുതലാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായും പൊട്ടാസ്യത്തെ സ്പെയറിംഗ് ഡയൂറിറ്റിക്സ് അല്ല ഇത്. കാരണം പൊട്ടാസ്യത്തെ ഒന്നും വെച്ചോണ്ടിരിക്കത്തില്ല, യൂറിനിലൂടെ പൊട്ടാസ്യത്തെയൊക്കെ ഒരുപാട് ഇറക്കി വിടും. അപ്പം യൂറിൻ ഔട്ട്പുട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടാസ്യത്തിന്റെ ഔട്ട്പുട്ടും പുറത്തേക്ക് പോകുന്നതും കൂടും. അപ്പൊ പൊട്ടാസ്യം
പൊക്കോളും. അപ്പം ഹൈപ്പർ കലീമിയ ആണെങ്കിൽ ഒരുപാട് പൊട്ടാസ്യം ബോഡിയിലുണ്ടെങ്കിൽ ഈ ഡയബറ്റിക്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഒന്നാണ് ലിവർ ഹെപ്പാറ്റിക് ലിവർ ഡിസീസ് ഒക്കെ വന്ന് അസൈറ്റിസ് ബോഡിയിൽ പെരിറ്റോണൽ ക്യാവിറ്റിയിൽ ഒരുപാട് ലിവറിന്റെ ഫ്ലൂയിഡ് പോർട്ടൽ ഹൈപ്പർ ടെൻഷന്റെ ഭാഗമായിട്ട് ലിവറിൽ നിന്ന് ഒരുപാട് ഫ്ലൂയിഡ് പെരിറ്റോണൽ ക്യാവിറ്റിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഡയബറ്റിക്സ് കൊടുത്ത് ആ യൂറിൻ അത് പുറത്ത് കളയാനുള്ള ശ്രമം നമുക്ക് ഇത് വെച്ച് ഫ്രൂസിമൈഡ് ആണ് അതിന് കൊടുക്കുന്നത്. ഫ്രൂസിമൈഡ് ഈ ലൂപ്പ് ഡയബറ്റിക്സും ആണ് അതിന് കൊടുക്കുന്നത്. ആ വെള്ളവും പുറത്തേക്ക് ബോഡിയിലെ വെള്ളത്തെ മുഴുവൻ പുറത്തേക്ക് കളയാനായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെള്ളവും ഇറങ്ങിപ്പോക്കോളും. കാരണം സെല്ലിലൊക്കെ ഹൈപ്പോ വോളിമിക് ആയി. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പൊക്കോളും. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ഇത്രയുമാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. പിന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റ് നമുക്കറിയാം. ഇലക്ട്രോലൈറ്റ്സ് ഇൻബാലൻസ്ഡ് ഉണ്ടാക്കും. ഒന്നും പേടിക്കാനില്ല, തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും. കാരണം പൊട്ടാസ്യം ഒരുപാട് പോകുന്നു, സോഡിയം ഒരുപാട് പോകുന്നു, മഗ്നീഷ്യം ഒരുപാട് പോകുന്നു, കാൽസ്യം ഒരുപാട് പോകുന്നു. ഇങ്ങനെ എല്ലാം ബോഡിയിൽ നിന്ന് പോയിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം ഇതിന്റെ എല്ലാ കുറവുകൾ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് എല്ലാ ദിവസവും പേഷ്യന്റിനെ ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ അരിത്തിമിയ പോലുള്ള വേറെ പ്രശ്നങ്ങളുണ്ടാവും. ECG വേരിയേഷൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ കുറവുണ്ട്. കൂടാതെ ബ്രെയിൻ്റെ ഒക്കെ വർക്കിന് ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് പ്രത്യേകിച്ച് വേണ്ടതാണ്. പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ, അതാണ് വേറൊരു പ്രശ്നം. അതായത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോഡി വീഴുന്ന പോലെ. കാരണം ഇത് നമ്മൾ ലൂപ്പ് ഡയബറ്റിക്സ് അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡിയിലുള്ള വെള്ളത്തെ മുഴുവനാണ് പുറത്തേക്ക് കിടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ബ്രെയിനിൽ നിന്നൊക്കെ വാട്ടർ ഇറങ്ങി പുറത്ത് വരാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. അപ്പൊ എന്താകും, ബോഡിയിൽ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പോരുമ്പം ഈ ഇലക്ട്രോലൈറ്റ്സ് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നിന്നായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ബ്രെയിനിൽ എന്ത് പറ്റും, ബ്രെയിനിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് പതിയെ പുറത്തോട്ട് പോരത്തുള്ളൂ. അപ്പം ബ്രെയിനിലെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൂടുതൽ കിടക്കുമ്പം സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് ബ്രെയിൻ കൂടുതലായിട്ട് വെള്ളത്തെ ബോഡിയുടെ മേളിലേക്ക് സക്കൗട്ട് ചെയ്യും. കാരണം അതിനകത്ത് ഇലക്ട്രോലൈറ്റ്സിന്റെ വെള്ളം കുറച്ച് കുറഞ്ഞപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് പെട്ടെന്ന് പോന്നിട്ടില്ല. അപ്പം ഇലക്ട്രോലൈറ്റ്സ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഫ്ലൂയിഡ് കയറി പോകും. അപ്പം ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഒക്കെ കൂടുതൽ വെള്ളം കയറിയും പോകും. ബോഡിയുടെ സർക്കുലേഷൻ ആവശ്യത്തിന് വെള്ളം ഇല്ലാതെയും വരുമ്പം സ്വാഭാവികമായിട്ട് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. കാരണം വെള്ളിലേക്ക് ഹൈ പ്രഷറിൽ ഇരിക്കുന്നതുകൊണ്ട്, കാരണം കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഫ്ലൂയിഡ് അങ്ങോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പേഷ്യന്റിന് തല കറങ്ങുന്ന പോലെ തോന്നും. മനസ്സിലായോ? അങ്ങനത്തെ അവസ്ഥ ഈ മെഡിസിൻ ഉണ്ടാക്കും. അത് ഇതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് ബ്രെയിനിൽ പെട്ടെന്ന് പുറത്തേക്ക് പോരാതെ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഡീഹൈഡ്രേഷൻ, ബോഡി മുഴുവൻ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. കാരണം എന്തോരം വെള്ളം യൂറിന പുറത്തേക്ക് തള്ളിക്കളയുന്നത്. അപ്പം ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും ബോഡി. പിന്നെ ഹൈപ്പർ യൂറീമിയ, അതായത് നമ്മളിപ്പം അത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഇപ്പം ഒരു പേഷ്യന്റിന് റീനൽ ഫെയിലിയറിന്റെ ഒരു അക്യൂട്ട് സ്റ്റേജിലാണ്, അതായത് അക്യൂട്ട് റീനൽ ഇഞ്ചുറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് യൂറിയ ക്രിയാറ്റിൻ നിന്നും ഈ പുള്ളിയുടെ ബോഡിയിൽ നിന്ന് മെയിനായിട്ട് യൂറിയ പുറത്തേക്ക് തള്ളാൻ പറ്റത്തില്ല. കിഡ്നിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബോഡിയിൽ നമ്മൾ ഒരുപാട് ലൂപ്പ് ഡയബറ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലക്ട്രോലൈറ്റ് എല്ലാം പോവുകയും ചെയ്യും, യൂറിയ പുറത്തോട്ട് പോകത്തുമില്ല. അപ്പൊ ഹൈപ്പർ യൂറീമിയ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ LFT അല്ല RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം യൂറിയയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ബോൺ മാരോ സപ്രഷൻ ഇത് നടത്തും. ഇതിന്റെ പ്രത്യേകത അതിൽ ബോൺ മാരോയുടെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ ത്രോംബോസൈറ്റോപ്നിയ എന്ന് പറഞ്ഞ കണ്ട്, കാരണം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വിറ്റാമിൻ B1 അല്ലെ തയാമിൻ എന്ന് പറയുന്ന വൈറ്റമിനെയും ഇത് ഫിൽട്ടർ ചെയ്ത് കളയാറുണ്ട്. അപ്പം തയാമിന്റെ ഡെഫിഷ്യൻസിയും ബോഡിയിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഓട്ടോടോക്സിക് ടോക്സിൻ ആണ് ഈ മെഡിസിൻ. അതായത് ഓട്ടോടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
ഇത് പേഷ്യന്റിന് ഒരു 2-3 മിനിറ്റ് എടുത്തേ ഈ ലാക്സിസ് എന്ന് പറയുന്ന അല്ലെ ഫ്രൂസിമൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെസ്റ്റിബുലാർ കോക്ലിയർ നെർവിന് ഡാമേജ് ഉണ്ടാവും. വെസ്റ്റിബുലാർ കോക്ലിയറിന്റെ കോക്ലിയർ പോർഷന് ഡാമേജ് ഉണ്ടായി പേഷ്യന്റിന്റെ കേൾവി ശക്തിയെ പിന്നീട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഒരിക്കലും ലാക്സിസ് ഒരു പേഷ്യന്റിന് കൊടുക്കരുത്. അതങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കോക്ലിയർ പോർഷന് ഡാമേജ് ഉണ്ടായി പേഷ്യന്റിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ലാക്സിസ് എന്നും അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ടേ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു 20 ml ഡൈല്യൂട്ട് ചെയ്ത് ഒരു 3 മിനിറ്റ് കൊണ്ടേ നമ്മൾ കൊടുത്തു തീർക്കാവുള്ളൂ. പെട്ടെന്ന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഇന്റർവെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റ് ഉള്ള ഈ മെഡിസിന് നമ്മൾ എങ്ങനെയാണ് ഇന്റർവെൻഷൻ, നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഈ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ, അതാണ് പ്രത്യേകത. അതായത് വൈറ്റൽസ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം BP ഉണ്ടോ, BP കുറവാണോ, BP കുറവാണ് ഇത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ വൈറ്റൽ സൈൻസ്, പ്രഷർ എന്തോരം എല്ലാം നമ്മൾ, സാച്ചുറേഷൻ എന്തോരം എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ വെയിറ്റ്, പേഷ്യന്റിന് ഇന്ന് ബോഡിയിൽ ഇന്നലെ 30-40 കിലോ ആണെങ്കിൽ ഇന്ന് 42 പേഷ്യന്റ് വെയിറ്റ് എങ്കിൽ 2 കിലോ, അതായത് 2000 ml ബ്ലഡ് വോളിയം ബോഡി കൂടുതലാണ്. മനസ്സിലായോ? ഇനി കുറവാണെങ്കിലോ 1000 ml കുറവാണ്. 1 കിലോ കുറവാണെങ്കിലോ അപ്പൊ 1000 ml നമ്മുടെ മെഡിസിന്റെ ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് ഏറ്റു എന്നാണ് ഇതിന് സൂചന. അപ്പൊ വെയിറ്റ് നോക്കിയാണ് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ അനുമാനിക്കുന്നത്. അപ്പൊ ഡെയിലി വെയിറ്റ് എന്നും വേണം. പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ IO ചാർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട്, എന്തെല്ലാം കുടിച്ചു, എന്തോരം യൂറിൻ ഔട്ട്പുട്ട് 1 മണിക്കൂർ നടന്നു എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചാർട്ട് ചെയ്യണം. കാരണം നമ്മൾ കൊടുക്കുന്നത് വാട്ടർ തള്ളിക്കളയാനുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോരം ഔട്ട്പുട്ട് കൊടുത്തു, എന്തോ ഔട്ട്പുട്ടിനനുസരിച്ച് ഇൻപുട്ടൊക്കെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? പിന്നെ ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും, എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് യൂറിക് ആസിഡും ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം റീനൽ ഫെയിലിയറോ ലീനിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പം യൂറിക് ആസിഡും ബാക്കിയുള്ള ഇലക്ട്രോലൈറ്റും, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മോർണിംഗിലായിരിക്കണം ഈ മെഡിസിൻ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി രാത്രിയിലാണ് എടുക്കുന്നതെങ്കിൽ രാത്രിയിൽ മുഴുവൻ പുള്ളിക്ക് മൂത്രം ഒഴിക്കാനായിട്ട് ഏറ്റു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് പേഷ്യന്റ്. മനസ്സിലായോ? അപ്പം രാത്രിയിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മോർണിംഗ് ആയിരിക്കണം ഇത് അഡ്മിനിസ്റ്റർ. പിന്നെ ടോക്സിസിറ്റി ഉണ്ട്. അതായത് ഡിഗോക്സിൻ ടോക്സിസിറ്റിയും ലീത്തിയം ടോക്സിസിറ്റിയും. അതായത് ഡിഗോക്സിൻ നമ്മുടെ ബോഡിയിൽ ഒരു ഹൈപ്പർ ആകാതിരിക്കണമെങ്കിൽ പൊട്ടാസ്യം ഒരു മിനിമം ലെവലിൽ വേണം. അപ്പൊ പൊട്ടാസ്യം ലോ ആയി കഴിഞ്ഞാൽ ഡിഗോക്സിന്റെ അളവ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിഗോക്സിൻ ടോക്സിസിറ്റിയിലേക്ക് കിടക്കും. അതായത് 0.5 to 2 നാനോ mm ആണ് ഒരു ബോഡിയിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ പോകാൻ സാധ്യത ഉണ്ട്. കാരണം ഡിഗോക്സിൻ പൊട്ടാസ്യം കുറവാണെങ്കിൽ ബോഡിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പുറത്തു പോകത്തില്ല. അപ്പം ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ പൊട്ടാസ്യം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ലീത്തിയം ടോക്സിസിറ്റി ഉണ്ടാകുന്ന സോഡിയം കുറഞ്ഞു പോയാൽ ലീത്തിയം ടോക്സിസിറ്റി ഉണ്ടാകും. അപ്പം ലീത്തിയമും ഡിഗോക്സിനും കൊടുക്കുന്ന പേഷ്യന്റിന് നമ്മൾ സ്പെഷ്യൽ പ്രിക്കോഷൻ കൊടുക്കണം. കാരണം പൊട്ടാസ്യവും സോഡിയവും കുറവില്ല എന്ന്. അതിന് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരണം. പിന്നെ നമ്മൾ ഫുഡിന്റെ കൂട്ടത്തിലായിരിക്കുന്നത് ടാബ്ലറ്റ് എടുക്കുന്ന പേഷ്യന്റ്. കാരണം ഫുഡിന്റെ കൂട്ടത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ GI അപ്സെറ്റ് ഈ ലാക്സിസ് ഉണ്ട്, ഓറൽ ഫ്രൂസിമൈഡിന് അല്ലെങ്കിൽ ഓറൽ ലൂപ്പ് ഡയോട്ടിക്സിന്. അപ്പം അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും പുള്ളിക്ക് GI അപ്സെറ്റ് ഉണ്ടാകത്തില്ല. പിന്നെ ചേഞ്ച് പൊസിഷൻ സ്ലോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പം പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം പറയണം. ഇതൊക്കെയാണ് ലൂപ്പ് ഡയോട്ടിക്സിന്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.